അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൽ 2 സുജൂദിനിടയിലെ ഇരുത്തത്തിൽ നാം അള്ളാഹുവിനോട് അവൻ്റെ കാരുണ്യത്തിനായി തേടുന്നുണ്ട്. ഈ ഇരുത്തത്തിൽ തന്നെ അള്ളാഹുവിനോട് നാം റിസ്ക്കിന്, ഉപജീവനത്തെ നമ്മൾ ചോദിക്കുന്നുമുണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അള്ളാഹുവെ, എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണമേ, എനിക്ക് ഉപജീവനം നൽകണമേ, എന്നെ നേർവഴിയിലാക്കണമേ, എനിക്ക് ശക്തി നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ഇരക്കാറുണ്ട്. ഇവിടെ അള്ളാഹുവിനോട് ഉപജീവനം തേടുന്ന നാം അതോടൊപ്പം അവൻ്റെ ഉപജീവനം ലഭിക്കുന്നതിനായി അത് അന്വേഷിച്ച് പോകാറുണ്ട്. വിവിധ ജോലികളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. അതല്ലാതെ അള്ളാഹു നമുക്ക് റിസ്ക് നമുക്ക് തരുമെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാറില്ല. എന്നാൽ ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നാം അവൻ്റെ കാരുണ്യത്തെ ചോദിക്കുന്നു, റഹ്മത്തിനെ ചോദിക്കുന്നു. എന്നാൽ അത് ലഭിക്കുന്നതിനായി അള്ളാഹു ഏർപ്പെടുത്തി വച്ചിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്നുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ സ്വല്ല ഖബ്ലൽ അസ്രി അർബഅ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസറിന് മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനോട് കരുണ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തഹജ്ജുദിന് വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടി പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ. അള്ളാഹു ഒരാളെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവൻ രാത്രി എഴുന്നേറ്റു, എന്നിട്ട് അവൻ നമസ്കരിച്ചു, എന്നിട്ട് അവൻ തൻ്റെ ഭാര്യയെ അവൻ എഴുന്നേൽപ്പിച്ചു. അവൾ വിസമ്മതം പ്രകടിപ്പിക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അതേപോലെ തന്നെ അള്ളാഹു ഒരു സ്ത്രീക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അവൾ രാത്രി എഴുന്നേറ്റു, അവൾ നമസ്കരിച്ചു, അവൾ തൻ്റെ ഭർത്താവിനെ തട്ടി ഉണർത്തി. അവൻ എഴുന്നേൽക്കാൻ വിസമ്മതിക്കുമ്പോൾ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീക്കും അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കാരുണ്യവാന്മാരിലാണ് അള്ളാഹു കരുണ ചൊരിയുന്നത്. ഇർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും. അപ്പോൾ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എത്രയോ ദൈന്യത മുറ്റിയിട്ടുള്ള ആളുകളുടെ മുമ്പാകെ നമ്മൾ കടന്നു പോകുന്നു. അതേപോലെ തന്നെ യാചിച്ചു വരുന്ന ആളുകളുടെ മുമ്പാകെ നമ്മൾ കടന്നു പോകുന്നു. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട്, അതേപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെയും കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല, മനുഷ്യരോട് മാത്രമല്ല, പച്ചക്കരലുള്ള ഏതൊരു ജീവിയോട് കാണിക്കുന്ന കാരുണ്യവും ഇതിലൊക്കെ പെടും. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. പൂച്ചയെ ഇര തേടാൻ അനുവദിക്കാതെ പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ പേരിൽ അള്ളാഹു ഒരു പെണ്ണിന് നരകശിക്ഷ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വിശാലമായൊരു ഏരിയയാണ്, ഒരു ഭാഗമാണ്. നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.